നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്റ്റേഷൻ മാറിയപ്പോ നഷ്ടപ്പെട്ടു പോയെന്ന്. കമ്പ്യൂട്ടറിലില്ല, ഇന്റർനെറ്റിലോ ഏതാണ്ടിലൊക്കെ അവൾ ഉണ്ടായിരുന്നല്ലോ, അതും ഇപ്പൊ ഇല്ല. എല്ലാം ഇല്ലാതായിന്ന്. ഇല്ലാതായതല്ല മാവ, ഇല്ലാതാക്കിയതാ. അത്ര മിടുക്കന്മാരാ നമ്മുടെ ശത്രുക്കൾ. പക്ഷെ ദൈവം എനിക്കൊരു പാഠം തന്നടാ. നമ്മുടെ കവലയിലെ ബാപ്പുവിന്റെ സ്റ്റുഡിയോയിൽ വെച്ച് അവൾ അവസാനമായിട്ട് എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതവന്റെ കയ്യിലുണ്ടായിരുന്നടാ. എന്റെ അവസാനത്തെ സമ്പാദ്യം, എന്റെ ഹൃദയത്തിന് മീതെ ഞാൻ ഒട്ടിച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന എന്റെ കൊച്ചിന്റെ ചിത്രം. മരുമോനെ, നിന്റെ മനസ്സിൽ അവരുടെ ചിത്രം കൊത്തിവെച്ചതുപോലെ ഉണ്ടെന്ന് അമ്മാവനറിയാം. നീ ഈ ഫോട്ടോയുടെ കുറെ കോപ്പി എടുത്ത് സ്വാമിക്കും ദേവികമ്മക്കും പിന്നെ നിന്റെ കൂട്ടുകാർക്കും ഒക്കെ കൊടുക്കണം. അപ്പൊ പിന്നെ ഏത് ആൾക്കൂട്ടത്തിൽ വെച്ചാണെങ്കിലും നമ്മുടെ കൊച്ചിനെ അവർക്ക് കണ്ടാൽ തിരിച്ചറിയാലോ. ഡോക്ടർ, ആ ഫോട്ടോ തരുമോ? എന്താ മോളെ? ഡോക്ടർ, ഒന്ന് വരൂ. അമ്മ വാ, ഞാനിപ്പോ വരാം. അമ്മേ, ഏട്ടാ, സമാധാനപ്പെടേട്ടാ, എല്ലാം ശരിയാവും. അവള് വരും. എന്താ ദേവികെ? ഡോക്ടർ, ഈ കുട്ടിയാണോ പൊന്നുമണി? ആ, അതെ. ഈശ്വര, ഈ കുട്ടിയല്ല അന്ന് ഇവിടെ വന്നത്. ഇവിടെ വന്നു? ഈ കുട്ടി ഇവിടെ വന്നു? അതെ, അതെന്നാ എന്റെ ഉറച്ച വിശ്വാസം. കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നല്ലോ. ഡോക്ടറോട് ഞാനന്ന് ഇവിടെ നടന്നൊരു ഇഷ്യൂവിനെ പറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. പൊന്നുമണി ഒരു കുഞ്ഞുമായിട്ട്? ഡോക്ടർ, അതാവില്ല. പക്ഷെ ഇതാണെന്ന് പൂർണ്ണമായിട്ട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ പേര് എന്തോ, ഇയാളുടെ പേരെന്താന്നാ പറഞ്ഞേ? അത് ജെസ്സി. ആ, ജെസ്സിന്ന് എന്നോട് പേര് പറഞ്ഞേ. പക്ഷെ കാഴ്ചയിലും ഇതുപോലൊക്കെ തന്നെയാ. എന്നാലും ഫോട്ടോ ആയിട്ട് നല്ല സാമ്യമുണ്ട്. ആർക്കും ഒരു കള്ളപ്പേര് പറയാൻ പറ്റാത്ത. എനിക്ക് അന്നേ ഒരു ദുരൂഹത തോന്നിയതാ. വെളുപ്പിന് ആരോ വന്ന് ആ കുട്ടിയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു.
ദേവികയുടെ തോന്നലാണെങ്കിലും അല്ലെങ്കിലും അന്വേഷിക്കാം. അതെ, സംഗതി സത്യാണെങ്കിൽ ഇവിടുന്ന് നമ്മളൊരു പിടി പിടിക്കണം. ഡോക്ടർ, നമുക്ക് ഇക്കാര്യത്തില് ഇങ്ങനൊരു സംശയം ഉണ്ടെന്നുള്ള കാര്യം അമ്മയും അമ്മാവനും അറിയണ്ട ഡോക്ടർ. അതെ, താങ്ങാൻ പറ്റിയെന്ന് വരില്ല പാവങ്ങൾക്ക്. ഇതൊരു പക്ഷേ ദൈവത്തിന്റെ തിരക്കഥയാവാം. വന്നത് പൊന്നുമണിയാണെങ്കിൽ ജെസ്സി എന്ന് മുഖം മൂടി മാറ്റി അവളെ കണ്ടെത്തിയിരിക്കും. ബാവലി, വയനാട്. അതാണ് അഡ്രസ് നൽകിയിരിക്കുന്നത്. ജെസ്സി എന്നൊരു കള്ളപ്പേരും. എന്നാലും എന്റെ കണ്ണിന് താഴെ വന്നിട്ട് എനിക്ക് അവളെ കാണാൻ പറ്റില്ലല്ലോ. ഡോക്ടർ വിഷമിക്കാതെ. അത് പൊന്നുമണി ആണെങ്കിൽ നമ്മുടെ കയ്യെത്തും ദൂരത്തും കണ്ണെത്തും ദൂരത്തും ദൈവം കൊണ്ടുവന്ന് നിർത്തിയില്ലേ? നമ്മൾ പിന്നാലെ പോവും ഡോക്ടർ, നമ്മളെ കണ്ടുപിടിക്കും. സെക്യൂരിറ്റി കൺട്രോൾ റൂമിലേക്ക് പോ. ജെയിംസിനല്ലേ ചാർജ്? അതെ ഡോക്ടർ. CCTV ഫുട്ടേജ് എടുക്കണം. അപ്പൊ വന്നത് പൊന്നുമണിയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനാവും. വാ. ഇതൊന്ന് ഫോർവേഡ് ചെയ്തേ. ഡോക്ടർ, ഡോക്ടർ അതാ. റിവൈൻ. ഫേസ് കവറാണല്ലോ. ഡോക്ടർ, ഇത് മനഃപൂർവ്വം കവർ ചെയ്ത പോലെ ഉണ്ട്. ജെയിംസേ, എനിക്ക് ഈ ഫുട്ടേജ് ഒന്ന് പെൻഡ്രൈവിലാക്കി തരണം. ശരി സാർ. നമ്മൾ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട് മാഡം. അതെന്താ അങ്ങനെ തോന്നാൻ കാരണമുണ്ട്. നേരത്തെ ഫാർമസിയിലും കാഷ്വാലിറ്റിയിലും അല്ലെങ്കിൽ വാർഡിൽ അതല്ലെങ്കിൽ ICUയിലും സർജിക്കൽ യൂണിറ്റിലും ഇവിടൊക്കെ ആയിരുന്നു ഡോക്ടർ നിരഞ്ജന്റെ ഇടപെടൽ. പക്ഷെ ഇതിപ്പോ നമ്മുടെ കൺട്രോൾ റൂമിൽ എത്തിയിരിക്കുന്നു. കൺട്രോൾ റൂം? ആ, നമ്മുടെ സെക്യൂരിറ്റി കൺട്രോൾ റൂം. അവിടെ പോയിട്ട് കഴിഞ്ഞ ദിവസത്തെ CCTV ഫുട്ടേജ് ആവശ്യപ്പെട്ടിരിക്കുന്നു, ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ. അതെന്തിന്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ദേവികയും കൂടെ ഉണ്ടായിരുന്നുവെന്നാണ് ജെയിംസ് പറഞ്ഞത്. സുനിത അന്വേഷിച്ചില്ലേ കാര്യം എന്താന്ന്? എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും മാഡം? ഞാൻ ഡോക്ടർ നിരഞ്ജന്റെ ടീമിലെ അംഗമല്ലല്ലോ. മാഡത്തിന്റെ റൈറ്റ് ഹാൻഡ് അല്ലേ? അല്ല, ഹോസ്പിറ്റലിലെ CCTV ഫുട്ടേജ് ഒക്കെ നോക്കാന്ന് വെച്ചാ അവരെന്തോ ഉന്നം കണ്ടിട്ടുണ്ട്. ഡാഡിയുമായി ഒന്ന് സംസാരിക്കണം മാഡം. സാറ് ചോദിക്കുമല്ലോ. ജയശങ്കർ സാറ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് കാര്യങ്ങൾ പറയും. എന്ത് കുന്തെങ്കിലും ആവട്ടെ, CCTV നോക്കൂ, ഫുട്ടേജ് പരിശോധിക്കൂ. നമുക്ക് കള്ളത്തരൊന്നും ഇല്ലല്ലോ, പിന്നെ ഭയക്കേണ്ട കാര്യം എന്താ? അല്ല, അത് അങ്ങനെയല്ല. നമ്മുടെ ഹോസ്പിറ്റൽ അല്ലേ? അല്ല, നമ്മുടെ എന്ന് പറഞ്ഞ മാഡത്തിന്റെ. അപ്പോ മാഡം അറിയാതെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോ ഞാൻ നോക്കട്ടെ. ഞാൻ ഡാഡിയോട് സംസാരിക്കാം. എന്തായാലും സുനിത അത് ഫോളോ അപ്പ് ചെയ്തോ. കൺട്രോൾ റൂമില് ജെയിംസ് അല്ലേ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്? ജെയിംസിനെ എന്നെ വന്നൊന്ന് കാണാൻ പറയൂ. ഓക്കെ.